മഞ്ജുനോട് ചെറിയൊരു പ്രേമുണ്ടായിരുന്നു. പിന്നെ സത്യമായിട്ടും സത്യമായിട്ടും മഞ്ജു കലാതിലകമായ വർഷം ഗിരിയായിരുന്നു സ്പോർട്സ് ചാമ്പ്യൻ. അന്ന് ഇവരുടെ രണ്ടുപേരും ഫോട്ടോ സ്കൂൾ മാഗസിനിൽ അടിച്ചു വന്നിരുന്നു. അത് കണ്ടിട്ടേ ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുമാത്രമല്ല, ആ ഫോട്ടോയ്ക്ക് ചുറ്റുവേ ഹൃദയചിഹ്നമൊക്കെ വരച്ച് അമ്പൊക്കെ വിട്ട് കളിച്ചിട്ടുള്ളതാ. ഈശ്വര, ഗിരിയേട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നോ? പിന്നല്ലേ. എന്നിട്ടെന്താ ഗിരിയേട്ടൻ ചേച്ചിയോടൊന്നും പറയാതിരുന്നേ? അങ്ങനെ പറയാനുള്ള അവസരമൊന്നും അവന് കിട്ടിയിട്ടില്ല. പിന്നെയാണല്ലോ അവൻ്റെ അച്ഛൻ മരിക്കുന്നത്. ഗിരിയുടെ അച്ഛൻ പോയതിനു ശേഷം അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഇതിനെക്കുറിച്ച് അവനോട് ഓർപ്പിച്ചു. അവനുള്ളിൽ കിടക്കുന്ന കാമുകനെ അതുകൂടെ പുറത്തു വന്നു. ശരിക്കും നോക്കുകയാണെങ്കിൽ ചേച്ചിയെ ആത്മാർത്ഥമായിട്ട് കുറെ കാലം പ്രേമിച്ച ആളെ തന്നെയാ ചേച്ചി കല്യാണം കഴിച്ചത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ലവ് മാരേജ് അല്ലേ? അതെ, രണ്ടുപേർക്കും പരസ്പരം ലവ് ഇല്ലാത്ത ലവ് മാരേജ്. ഗിരിയേട്ടൻ അന്നേ ചേച്ചിയോട് പ്രണയം തുറന്നു പറയണായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും കാലം അവർ പരസ്പരം വെറുത്ത് ജീവിക്കില്ലായിരുന്നു. അങ്ങനെ ഊഹിക്കാമെങ്കിലേ നമുക്ക് പലതും ഊഹിക്കാമല്ലോ. എടോ, ഗിരി മഞ്ജുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ മാധവൻ സാർ അവനെ തൂക്കിയെടുത്ത് രണ്ടെണ്ണം പൊട്ടിച്ചേനെ. അതോടെ അവരെ പ്രേമത്തിന് തിരശ്ശീലയും വീണേനെ. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഒരാളോട് മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതല്ലേ എപ്പോഴും നല്ലത്. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നല്ലൊരു സമയത്തിനും സന്ദർഭത്തിനും വേണ്ടി കാത്തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആകെ കുറച്ച് സമയമുള്ളൂ. അതിൽ കുറെ സമയം ഇങ്ങനെ നല്ലൊരു സന്ദർഭം നോക്കി കളയുന്നത് മണ്ടത്തരമല്ലേ? മനസ്സിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള സന്ദർഭവും സാഹചര്യവും താനെ മുന്നിൽ വന്ന് ചേരും. അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ വെച്ച് ഇവൾ ഇഷ്ടമാണെന്ന് പറയാനാണോ ഉദ്ദേശിക്കുന്നത്? ഇഷ്ടമാണെന്ന് പറ വക്കീലെ. കം ഓൺ, യു ക്യാൻ. വക്കീലിന് കഴിയും. എനിക്ക് നിനക്ക് നാണമില്ലേ മഹിമേ? ബോധരാത്രി സിറ്റിംഗ് റൂമിൽ ഇരുന്നാണോ പ്രേമിക്കുന്നത്? ഈ വീടിന്റെ ഒരു അന്തസ്സുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. നീ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഞങ്ങളിവിടെ പ്രേമിക്കുകയൊന്നുമല്ല. വേണമെങ്കിലേ നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ വൃത്തികേട് കാണുകയല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. പോടാ. പാവം ചമ്മിപ്പോയി. അതെ, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. സമയം പാതിരാത്രിയായി. മൈമൊക്കെ നാളെ കോളേജിൽ പോകണ്ടല്ലേ? എനിക്ക് നാളെ ജോലിക്ക് പോകണം. എന്നാ പോയി കിടന്നു. ശരി, ഗുഡ് നൈറ്റ്. ആ പിശാചിന് വരാൻ കണ്ട നേരം ഞാൻ വക്കീലിനെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചേനെ. അപ്പോഴേക്കും ആ താടക കയറി വന്നു. ഇവളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. അമ്മയ്ക്ക് കുറച്ചു നേരം കൂടെ പിടിച്ചു നിൽക്കായിരുന്നു. അമ്മ കണ്ണു തുറന്നതുകൊണ്ടാ നാടകം പൊളിഞ്ഞത്. മഹിമ കറണ്ട് കമ്പിയും കൊണ്ട് വന്നതേ എന്റെ നേരെയാ, നിന്റെ നേരെയല്ല. എണീറ്റ് മാറാൻ പറഞ്ഞപ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ നീ മാറി നിന്നില്ലേ? എനിക്കെന്ത് പറ്റിയാലും നിനക്കെന്താ അല്ലേ? മഹിമ വെറുതെ കറണ്ട് കാണിച്ച് പേടിപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ഉറപ്പായിരുന്നു. അതല്ലേ ഞാൻ മിണ്ടാതെ നിന്നത്. അവളെ അടുത്ത് വന്നപ്പോഴേക്കും അമ്മ അങ്ങ് ചാടി എഴുന്നേറ്റു. പക്ഷേ ഒരു കാര്യം അമ്മ ശ്രദ്ധിച്ചോ? അമ്മയ്ക്ക് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഗിരിയേട്ടന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല.
വണ്ടിയെടുക്കാൻ പോലും മഞ്ജുവല്ലേ ഓടിയത്. ഏട്ടൻ നോക്കി നിൽക്കേ ചെയ്തുള്ളൂ. അപ്പൊ ഏട്ടന് അത്രയൊക്കെ സ്നേഹമുള്ളൂ അമ്മയോട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കളിച്ച നാടകമാണെന്ന് അവന് മനസ്സിലായി കാണും. മഹിമ ഡോക്ടറാവാൻ പഠിക്കുന്ന കുട്ടിയല്ലേ. ഒരാൾക്ക് ശരിക്കും അറ്റാക്ക് വന്നതാണോ അല്ല അഭിനയിക്കുകയാണോ എന്നൊക്കെ അവൾക്ക് പറയാൻ പറ്റില്ലേ. അവൾക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. അതവള് ഗിരിയോട് പറഞ്ഞിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ ഗിരി പരിഭ്രമിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കില്ല. അതെനിക്ക് ഉറപ്പാ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കളികളെല്ലാം അവസാനിച്ചു. മഞ്ജു ജയിച്ചു കഴിഞ്ഞു. ഇനി അവളെ ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണ്ട. അച്ഛനെ കൊന്നവന്റെ മകളുടെ കൂടെയാ ഏട്ടൻ ആദ്യ രാത്രി ആഘോഷിക്കുന്നത്. അച്ഛന്റെ ആത്മാവിനിപ്പോ നീറുന്നുണ്ടാവും. നാട്ടുകാരെ പേടിപ്പിച്ച് വിറപ്പിക്കുന്ന ഗിരിയാണ് ഈ കിടക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കോ? ഉറങ്ങുമ്പോ എന്ത് പാവോ. ഞാനല്ലെങ്കിലും പാവല്ലേ. എത്ര നേരമായി എഴുന്നേറ്റിട്ട്? അതൊക്കെ കൊറേ നേരമായി. നീ വന്ന് ഗിരീട്ടാ, ഗിരീട്ടാ, ഇവിടെ ഇരിക്ക്. നിക്കേ. ഞാൻ കുളിച്ചതാ. അതിനിപ്പോ എന്താ, ഒന്നുകൂടെ കുളിച്ചാ പോരെ? പറ്റില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോണ്ടേ. ഇന്നും പോണു. പിന്നല്ലാതെ സ്റ്റേഷനിലുള്ളവരോട് ഞാൻ എന്ത് കാരണം പറയാനാ? ഇന്നലത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാലേ അവരെന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടും. പിന്നെ ഈ ഗിരിയുടെ ഭാര്യ തൊടാൻ അവരൊന്ന് പേടിക്കും. കേരള പോലീസിനെ അങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. വാവേ. ഓ, എന്നാലേ നീ സ്റ്റേഷനിൽ പോയി എപ്പോഴാ ഒരു ലോങ് ലീവ് കിട്ടാൻ സാധ്യതയെന്നൊന്ന് എനിക്ക്. എന്തിനാ ലോങ് ലീവ് കിട്ടിയിട്ട്? നമുക്കൊരു ഹണിമൂണിനൊക്കെ പോണ്ടേ? എനിക്ക് കൂടി പോയാലേ 2 ലീവും കൂടിയേ ബാക്കിയുള്ളൂ. 2 ദിവസം കൊണ്ട് എങ്ങോട്ട് പോവാനാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അല്ല, ഞാൻ പറയുന്ന എന്താന്ന് അയ്യോ ഗിരിയേട്ടാ, ലേറ്റ് ആവും, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞില്ല മഞ്ജു, നമ്മൾ ഈ കുളു മണാലി അവിടെ ഒരു ഹണിമൂണിന് പോലും താല്പര്യമില്ലാത്തൊരു ഭാര്യ. ഇവളെ വെച്ചിട്ട് ഞാൻ എങ്ങനെ റൊമാൻസ് വർക്കൗട്ട് ചെയ്യാനാ? കഷ്ടം തന്നെ.